1982 ഏഷ്യൻ ഗെയിംസിൽ മെഡലുകൾ കരസ്ഥമാക്കി കായിക കേരളത്തിന്റെ അഭിമാനമായി മാറിയ അർജുന അവാർഡ് ജേതാവും മുൻ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയുമായ ഒളിമ്പ്യൻ പത്മിനി തോമസ് ആണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ നമ്മുടെ അതിഥി. എൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. ഞങ്ങളുടെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലാണ്. എൻ്റെ ഫാദർ എൻ്റെ 1 വയസ്സുള്ളപ്പം മരിച്ചതാണ്. അപ്പോൾ അമ്മാച്ചൻ ഞങ്ങളെ ഈ വല്യാട്ടിലേക്ക് കൊണ്ടുവന്നു. കുട്ടിക്കാലം എല്ലാം അവിടെയായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ കൊച്ചിലെ കളരിയൊക്കെയാണ്. ആ കളരിയിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വല്യാട് UP സ്കൂളിലാണ് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചത്. പക്ഷേ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല മീനച്ചിലാറാണ്. അതുകൊണ്ട് എനിക്ക് നീന്തൽ പഠിച്ചു. ഞങ്ങളുടെയൊക്കെ ആ നാട്ടിലുള്ള പിള്ളേരെല്ലാം വളരെ ചെറുപ്പത്തിലേ നീന്തൽ പഠിക്കും. അപ്പോൾ അങ്ങനെ നീന്തൽ പഠിച്ചു. നന്നായിട്ട് നീന്താൻ അറിയായിരുന്നു എനിക്ക്. പക്ഷേ നീന്തലിൽ കൂടെ വരാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബാലപാഠങ്ങളൊന്നും പറഞ്ഞു തരാനൊന്നും ആ നാട്ടിലൊന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ തൊട്ടടുത്ത് സ്കൂളിൽ മത്സരങ്ങൾ നടക്കുമ്പോഴത്തേക്ക്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ ഞങ്ങളെ റോഡിലൊക്കെ ഓടിക്കും. അതിലൊക്കെ ഏറ്റവും മുമ്പിൽ വരും. 3ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരിപ്പൂത്തട്ടിൽ, അവിടെ തന്നെ ഒരു 2 കിലോമീറ്ററിനപ്പുറമുള്ള, ഞങ്ങൾ അങ്ങോട്ട് സ്ഥലം മേടിച്ച് മാറി. അവിടെയാണ് വെച്ചാണ് എൻ്റെ സ്പോർട്സിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ലീലാമ്മ ടീച്ചറായിരുന്നു. പിന്നെ എന്നിലുള്ള ഒരു കായിക താരത്തിനെ പിടിച്ചത് ടീച്ചറാണ്. വൈകുന്നേരങ്ങളിൽ ഡ്രിൽ പീരീഡിലും ഒക്കെ വളരെ നന്നായിട്ട് അതിനകത്തോട് ഓടുന്ന ആ കുട്ടിയെ കണ്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ എന്നിലൊരു സ്പോർട്സ് കണ്ടുപിടിച്ചു. ആ സ്കൂളിൽ ഒരു പണിക്കർ സാറുണ്ട്. അവർ 2 പേരുമാണ്. 7ാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിച്ചപ്പോൾ അന്ന് നമുക്ക് കാലത്ത് ജില്ലാതലം വരെ ഉള്ളൂ. ജില്ലാതലം കഴിഞ്ഞാൽ മുകളിലോട്ട് സ്റ്റേറ്റും നാഷണൽസും ഒന്നുമില്ല. അപ്പോൾ ജില്ലാതലം വരെ കൊണ്ടുപോയി ജില്ലയിൽ ചാമ്പ്യനായിരുന്നു. ഒരുപാട് മെഡലുകൾ അപ്പം തന്നെ മേടിക്കാനായിട്ട് സാധിച്ചു. 7ാം ക്ലാസ് വരെ ആയപ്പോഴത്തേക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുത്തു. 8ാം ക്ലാസ്സിൽ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്കൂള് നോക്കിയപ്പോഴത്തേക്ക് മെഡിക്കൽ ഹൈസ്കൂളാണ് അവിടെ ഉണ്ടായിരുന്നത്, വീടിൻ്റെ അടുത്ത്. ആ സ്കൂളിൽ പോയി ചേർന്നു. 8, 9, 10 സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യനായി. അന്നൊക്കെ നമുക്ക് നന്നായിട്ടൊന്നും വർക്ക് ചെയ്യാനായിട്ട് അറിയില്ല. എങ്ങനെയാണ് സ്പോർട്സിന് പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഏതായാലും എൻ്റെ ഭാഗ്യത്തിന് അവിടെയുള്ളൊരു സാറ്, ഞാൻ ഉച്ചയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടുകൊണ്ട്, ജോർജ് കരിയത്ര സാർ എന്നെ കണ്ടു. ഈ ഉച്ചയ്ക്ക് ആരെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യും, നമുക്കങ്ങനെ അന്ന് സമയമൊന്നും അറിയില്ല. ഇച്ചിരി സ്പീഡിൽ ഓടാനൊരു സ്ഥലം കിട്ടിയാൽ ഓടി നോക്കുക. നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ റോഡും വയലും ഒക്കെയുള്ളൂ. ഒരുപാട് പട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ഓടി നോക്കാനൊന്നും പറ്റത്തില്ലാത്തൊരു സമയമായിരുന്നു അത്. അങ്ങനെ 8ാം ക്ലാസ്സിൻ്റെ അവസാനം JV രാജ സ്പോർട്സ് സ്കൂളിലെ സമ്മർ ക്യാമ്പിൽ 45 ദിവസം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സർസൈസാണ് ചെയ്യേണ്ടത്, അതൊക്കെ പഠിച്ചത്. പിന്നെ സ്വന്തമായിട്ടുള്ള പ്രാക്ടീസാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രാവിലെ വൈകിട്ടും ഒക്കെ കുറച്ച് ഓടി നോക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ ചാമ്പ്യനാണ്. ചാമ്പ്യൻഷിപ്പ് ചുങ്കം CMS സ്കൂളിലാണ് ഞങ്ങളുടെ മത്സരങ്ങളൊക്കെ നടന്നത്. ചാമ്പ്യൻഷിപ്പ് കിട്ടി. ഞങ്ങളെല്ലാവരും തലയിൽ ചാമ്പ്യൻഷിപ്പും ഒക്കെ വെച്ചുകൊണ്ട് നടന്നാണ് ഞങ്ങളുടെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാം വളരെ സന്തോഷമായിട്ട് നോക്കുകയും കൺഗ്രാജുലേഷൻ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേറ്റ് 100-200 മീറ്റർ ആയിരുന്നു ആദ്യം ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ 4x100 മീറ്ററിലെ ചാമ്പ്യനായി, സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യനായി കണ്ണൂർ നടന്ന മത്സരത്തിൽ. അത് കഴിഞ്ഞ് എൻ്റെ ഭാഗ്യം പോലെ ആ സ്കൂൾ ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് ഹോസ്റ്റൽ കോളേജിൽ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ 15 പേരെ പാലാ അൽഫോൻസ കോളേജ്, അന്ന് പ്രീ ഡിഗ്രി എന്ന് പറയുന്നതാണ് ഇന്നത്തെ +1, കോളേജിലാണല്ലോ അന്ന്. അൽഫോൻസ കോളേജിൽ ചേർന്നു. ഞങ്ങൾ 15 പേരെ എടുത്ത് എനിക്ക് കിട്ടിയ ഒറ്റ വർഷം അവിടെ ഞങ്ങളുടെ സാറ് ജോസഫ് മനിയാനി സാറായിരുന്നു. 100-200 4x100 മീറ്റർ റിലേ ഓടുന്ന എന്നോട് പറഞ്ഞു, ഈ വർഷം 400 കൂടെ ഓടണം ഇൻഡിവിജ്വലായിട്ട്. അസംഷനാണല്ലോ കഴിഞ്ഞ വർഷം ചാമ്പ്യൻ, നമുക്കിത്തവണ എന്തായാലും ചാമ്പ്യൻഷിപ്പ് മേടിക്കണം. അങ്ങനെ 100-200 400 മീറ്റർ ആ യൂണിവേഴ്സിറ്റിക്കും ഇൻ്റർവേഴ്സിറ്റിക്കും ഓടി. ഞാൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ 5 ഇവൻറ്റ് 100-200 400 4x400 മീറ്ററിലെ 4x100 മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡലും റെക്കോർഡോടുകൂടി ചാമ്പ്യനായി യൂണിവേഴ്സിറ്റിക്കും. ആ വർഷം നമ്മുടെ കേരളത്തിലാണ് ഇൻ്റർവേഴ്സിറ്റി നടന്നത്, തൃശ്ശൂർ. അതുപോലെ തന്നെ എല്ലാ ഇവൻറ്റിനും ഫസ്റ്റ് വന്ന് എനിക്ക് ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കിട്ടി. ആ വർഷത്തെ നാഷണൽ മീറ്റിന് ഞാൻ 400 മീറ്ററിൽ പുതിയ ഇന്ത്യൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. കമൽജിത്ത് സന്ധുവിൻ്റെ അർജുന അവാർഡിയാണ് അവരുടെ പേരിലുള്ള ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്. അവരുടെ പേരിലുള്ള ഇന്ത്യയുടെ റെക്കോർഡ് എനിക്ക് തകർക്കാനായിട്ട് കഴിഞ്ഞു.
പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് നാഷണൽസുകൾ, ഒരുപാട് ഓപ്പൺ നാഷണൽസുകൾ, ആ മെറിറ്റിൽ ഇന്ത്യൻ ക്യാമ്പിൽ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കുമ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ആദ്യമായിട്ട് വനിതകളിൽ ഇന്ത്യൻ ടീമിൽ സീനിയറിൽ എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ സെലക്ഷൻ കിട്ടുന്നത് ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിന്. ഏഷ്യൻ ഗെയിംസിൻ്റെ ടീമിലോട്ട് എടുത്തു. അങ്ങനെ ഈ പറയുന്ന 1.5 മാസത്തെ ഒരു ക്യാമ്പ് നമുക്കന്ന് സിന്തറ്റിക് ട്രാക്കില്ല, ഇന്ത്യയിലില്ല. ഞങ്ങളെ ഏറ്റവും നല്ല കായിക താരങ്ങളെ ഒരു 15 പേരെ ജർമ്മനിയിൽ അയച്ച് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു വലിയ രസമുണ്ട്. ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ കോച്ചിങ് ക്യാമ്പിന് ഈ വെക്കേഷന് ചെല്ലുമ്പോഴത്തേക്ക്, സമ്മർ ക്യാമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ തലയുടെ മുകള് വഴിയാണ് അന്ന് ഈ ഫ്ലൈറ്റ് പോകുന്നത്, വളരെ താഴെക്കൂടെ. എയറോഡ്രാമിൻ്റെ തൊട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയിട്ട് ഇതിലൊക്കെ ഒന്ന് കയറാൻ സാധിച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് എന്ന് ഒക്കെ വിചാരിച്ചിരുന്നു. ഏതായാലും ആ ആഗ്രഹം ആദ്യം ഈ ജർമ്മനി പോയപ്പം ഡൽഹിയിൽ നിന്ന് 8 മണിക്കൂറാണ് ജർമ്മനിയിൽ ഫ്ലൈറ്റ് താഴുകയുള്ളൂ. അത്രയും ദൈവത്തിനൊക്കെ നന്ദി പറഞ്ഞ് എങ്ങനെയൊക്കെ കയറാൻ സാധിച്ചതിൽ കഠിനമായിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. വളരെ പങ്ക്ച്വലായിട്ടും ഡിസിപ്ലിൻഡായിട്ടുമാണ് ഞങ്ങളുടെ വർക്കെന്ന് പറയുന്നത്. നമ്മുടെ കോളേജിലെ സാറാണെങ്കിൽ നമ്മൾ ലേഡീസിനെ ഒന്നും ചിരിക്കാൻ കൂടെ സമ്മതിക്കത്തില്ല ഗ്രൗണ്ടിൽ. ഇന്ത്യൻ ക്യാമ്പിൽ വന്നപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പെന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിൻ്റേത് ഹൈദരാബാദിലെ ക്യാമ്പാണ്. സ്പ്രിൻറ്റിൻ്റെ കോച്ച് നമ്പ്യാർ സാറാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷേ എന്നാൽ എല്ലാവരെയും സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. 10-30 കായിക താരങ്ങളുണ്ട് അവിടെ മലയാളികളായിട്ട്. അപ്പം അന്ന് ഒരു ചെറിയ സംഭവം ഉണ്ടായത്, ഒരു ദിവസം ഞങ്ങൾ 6:30ക്ക് ഞങ്ങൾ ഫോളിനാകണം. അപ്പം ആണെങ്കിൽ 6:20 6:25 ഗ്രൗണ്ടിൽ വരണം എന്നാണ്. അന്ന് ഞങ്ങൾ 3-4 പേര് താമസിച്ചു പോയി. കാര്യം രാവിലെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഇതൊന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് ഒരുപാട് പിള്ളേരുണ്ടല്ലോ, ലേറ്റായിപ്പോയി. വന്നപ്പോൾ സാറ് നേരത്തെ നിർത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എല്ലാവരും ഇത് വന്നവരെല്ലാവരും സ്പൈക്സ് കയ്യിലെടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ട് 3 റൗണ്ട് ഓടിക്കോളാൻ പറഞ്ഞു വാമിങ്ങപ്പിന്. അപ്പം നമ്മൾ ഈ 2 കയ്യിൽ സ്പൈക്സും ഒക്കെ ആയിട്ട് ഓടി വരുമ്പോൾ ഇതെല്ലാവരും നോക്കുക, ഇതെന്ത് ഈ സ്പൈക്സ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചത് എന്താ നിങ്ങൾ അവരോട് പറയാമോ നമ്മുടെ പണിഷ്മെൻറ്റാണെന്ന്. നമ്മൾ പറഞ്ഞ് അത് കൈക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നമ്പ്യാർ സാർ അങ്ങനെ ഓടിച്ചതാന്ന്. നല്ല ക്യാമ്പായിരുന്നു അവിടെ, നല്ല ഫുഡായിരുന്നു, നല്ല അക്കോമഡേഷനായിരുന്നു. സൺഡേസൊക്കെ ചൂട് കാരണം ഞങ്ങളുടെ ഷൈനിയും എല്ലാവരും ഞങ്ങൾ ഫിലിമിനൊക്കെ പോകുമായിരുന്നു അത്രയും സമയം ഇച്ചിരി തണുപ്പത്തിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഞങ്ങളുടെ ഫൈനൽ ക്യാമ്പെന്ന് പറയുന്നതാണ് ഇവിടെ പോയി ജർമ്മനിയിൽ നിന്ന് വന്നു. പിന്നെ ഇന്ത്യൻ ക്യാമ്പ് പട്യാലയിലായിരുന്നു. പട്യാലയിൽ ഏറ്റവും എൻ്റെ ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ അന്ന് കോമൺവെൽത്ത് ഗോൾഡ് മെഡലിസ്റ്റായ നമ്മുടെ റീറ്റ സെന്നായിരുന്നു അന്ന് 400-ൻ്റെ അവരുടെ റെക്കോർഡ് മറികടന്ന് പുതിയ ഇന്ത്യൻ റെക്കോർഡ് എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ നോക്കേണ്ടി വന്നിട്ടില്ല. ആ നാഷണൽസ്, ഓപ്പൺ നാഷണൽസ് എല്ലാം ഗോൾഡ് മെഡലായിരുന്നു. 400-ലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ 100-200 എന്നോട് പറഞ്ഞ് എല്ലാം കൂടെ ഓടാൻ പറ്റത്തില്ല. കാര്യം നമുക്കറിയാം ഒരു ഈവൻ്റ് ഓടണമെങ്കിൽ 3 ഓട്ടം ഓടണം. ഹീറ്റ്സ് ഉണ്ട്, സെമി ഉണ്ട്, ഫൈനലുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ കോൺസെൻട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 2 ഇവൻ്റ് ഇച്ചിരി ബാക്കിലോട്ട് മാറ്റി നിർത്തിയിട്ട് 400 മീറ്ററിൽ ഇത് ചെയ്തു. ആ 400 മീറ്ററിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും, ഞാനും നമ്മുടെ സ്പോർട്സിൻ്റെ ആൾക്കാരൊക്കെ കേരളീയരാരും വിചാരിച്ചില്ല ഞാനൊരു മെഡൽ നേടുമെന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ആ കഠിനാധ്വാനവും ആ പങ്ക്ച്വാലിറ്റിയും പ്രാർത്ഥനയും എല്ലാം ദൈവമെന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് 2 മെഡൽ നേടാനായിട്ട് ഏഷ്യൻ ഗെയിംസിൽ 400-ലും 4x400 മീറ്റർ റിലേയിലും മെഡൽ നേടാനായിട്ട് സാധിച്ചു. ഏറ്റവും സന്തോഷമുള്ളത് കപിൽ സന്ധു, ഞാൻ റെക്കോർഡ് തകർത്ത കപിൽ സന്ധു മാഡോ ആണ് ഇന്നും ഞങ്ങളുടെ കോച്ച്. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ഓടി വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെഡലുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാഡോ ഓടി വന്ന് എന്നെ കെട്ടിപ്പൊടിച്ചപ്പോഴത്തേക്കാണ് അറിഞ്ഞത് എനിക്ക് മെഡലുണ്ടെന്ന്. അതൊരു വലിയൊരു സന്തോഷമാണ്. ജീവിതത്തിൽ ആ ഒരു സ്പോർട്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് ഇത്രയും വലിയൊരു നേട്ടം നമുക്ക് നേടാൻ സാധിച്ചല്ലോ. ഇന്നത്തെ ഏഷ്യൻ ഗെയിംസും ടീം പ്രിപ്പറേഷനും ഒന്നും അല്ല അന്ന് നമ്മൾ എത്ര വർക്ക് ചെയ്താലും ലാസ്റ്റ് മിനിറ്റിൽ ഇന്ത്യൻ ടീം വിടത്തില്ല. അതുപോലെ തന്നെ ഒരു ഇന്ത്യയുടെ കളറ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആജീവനാനന്ദ പോരാട്ടം പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലോട്ടൊരു സെലക്ഷൻ കിട്ടുകയുള്ളൂ. ഇന്ന് ഒരുപാട് സർക്യൂട്ട് മീറ്റുകളും സാഫ് ഗെയിംസും അങ്ങനെയുള്ള ചെറിയ ചെറിയ മീറ്റുകളുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇന്ത്യൻ കളർ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഷ്യൻ ഗെയിംസും ഒളിമ്പിക്സും ഒക്കെ കോമൺവെൽത്ത് ഗെയിംസ് ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണ് അങ്ങനെ ഒരു മെഡൽ ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും കൂടിയൊക്കെ ഓടി മെഡൽ വിൻ ചെയ്യാനായിട്ട് സാധിച്ചത്.
എന്തായാലും ഏഷ്യൻ ഗെയിംസിൻ്റെ ആ വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുമ്പം ഞാൻ സർവ്വ ദൈവത്തിനും നന്ദി പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളിത് ഈ 1.5 വർഷം ക്യാമ്പിൽ നിന്ന് കഷ്ടപ്പെട്ടതിന് നമ്മുടെ രാജ്യത്തിൻ്റെ പതാക നമ്മളെപ്പറ്റി കൂട്ടത്തിൽ ഉയർന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലുതായിട്ട് സന്തോഷിക്കുന്നതും ഓർക്കുന്നതുമായ ഒരു മുഹൂർത്തമാണത്. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും കൽക്കട്ട നാഷണൽസ് വന്നു, അതിൽ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് 1996 എനിക്ക് നമ്മുടെ അർജുന അവാർഡ് എനിക്ക് കിട്ടി. അത് വേറൊരു വലിയ സന്തോഷം. ഇങ്ങനെ ഇവിടെ ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു പേപ്പറിൽ നിന്ന് തന്നെ വിളിച്ച് പറയുന്നത് കൺഗ്രാജുലേഷൻ. ഞാൻ ചോദിച്ചു എന്തിനാണ് അർജുനോട്? ആദ്യം ഞാൻ പറഞ്ഞു എനിക്കോ, പെട്ടെന്ന് ടി വി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യം അറിയുന്ന അർജുന അവാർഡ് കിട്ടിയ കാര്യമൊക്കെ. എന്തായാലും ഒരു കായിക താരം എന്നുള്ള നിലയ്ക്ക് ചെയ്ത കഷ്ടപ്പാടിൻ്റെ ഫലങ്ങളെല്ലാം കിട്ടി. അതിൻ്റെ ഒരു ഭാഗം മുഴുവനും ദൈവാനുഗ്രഹമാണ്. പിന്നെ എന്നെ ഈ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ അമ്മ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അന്ന് സ്പോർട്സിന് പെൺകുട്ടികളെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വിടാത്ത ഒരു സാഹചര്യത്തിലും എല്ലാത്തിനും എന്തൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാലും എനിക്ക് പോകാനും വരാനും ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഒരുപാട് ചെയ്തതുപോലെ തന്നെ എൻ്റെ സ്കൂളിലെ സാറുമാർ ഒരുപാട് പേരുടെ പരിശ്രമം കൊണ്ടാണ് എന്നിൽ ഒരു കായിക താരം ഈ ഒരു നിലയിൽ എത്താനായിട്ട് എനിക്ക് സാധിച്ചത്. കുടുംബജീവിതത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞല്ലോ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് സ്കൂളിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് ജോൺ സെൽവന്, അദ്ദേഹവും ഇവിടെ വന്നിരുന്നു. വളരെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. കണ്ടിട്ട് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. നമ്മൾ ഈ ഒരു ലവ് അഫേഴ്സിൽ നമ്മുടെ സ്പോർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉഴപ്പിയിട്ടില്ല. കാര്യം ഞാൻ കോട്ടയത്തുമാണ്, അദ്ദേഹം ട്രിവാൻഡ്രത്തുമാണ്. 83 ഏഷ്യൻ ഗെയിംസ് മെഡൽ വിൻ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളോട് പത്രക്കാർ വന്ന് ചോദിച്ചു നിങ്ങളുടെ കല്യാണം എന്നാ നിങ്ങളുടെ എന്ന്. ആ എടുത്ത വയില അതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ജനുവരിയിൽ നമ്മൾക്ക് കല്യാണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ കുടുംബം എന്ന് പറയുന്നത് സ്പോർട്സാണ്. ഹസ്ബൻഡ് ലോങ് ഡിസ്റ്റൻസ് റണ്ണറാണ്. അതുപോലെ 2 പിള്ളേരുണ്ട്. മോള് ഡയാന, അവളും സ്പ്രിൻ്ററാണ്. മോന് ഫെൻസിങ്ങിൽ ചാമ്പ്യനാണ്, ഇന്ത്യയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. മോള് റെയിൽവേയിലുണ്ട്. ഞാൻ റെയിൽവേയിലായിരുന്നു. ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയി. എൻ്റെ ആ പെർഫോമൻസിൻ്റെ ബേസിക്കിൽ, കോളേജിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിക്കിൽ എനിക്ക് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴേ റെയിൽവേയിൽ ട്രിവാൻഡ്രത്ത് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അന്നത്തെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് റെയിൽവേ ഒക്കെ നല്ല പെർഫോമൻസ് ഉള്ളവരെ നല്ല ബേസിക്ക് തന്നെടുക്കുകയുള്ളൂ. അങ്ങനെ റെയിൽവേയിൽ ജോയിൻ ചെയ്തു. നമുക്കറിയാമല്ലോ അന്നത്തെ കാലത്തൊക്കെ ഒരു സ്പൈക്സ് മേടിക്കണമെങ്കിലും ഒരു ട്രാക്ക് സൂട്ട് മേടിക്കണമെങ്കിലും ഒക്കെയുള്ള ബുദ്ധിമുട്ട്. പെട്ടെന്ന് തന്നെ കിട്ടിയ ജോലി ജോയിൻ ചെയ്തു. കാര്യം പലരും പറഞ്ഞിട്ടുണ്ട്, പഴയ നമ്മുടെ ഒരു തങ്കം ആൻ്റണി ഉണ്ട്, ഹൈ ജമ്പറാണ്, ഇപ്പോഴും ഉണ്ട്. ആ കുട്ടിക്ക് ലോക സ്കൂൾ മീറ്റിന് പോയതാണ്. പക്ഷേ പോയി എവിടെയോ ഒരു ചാട്ടം ചാടിയപ്പോഴത്തേക്ക് മുട്ടിടിച്ച് വീണ് മുട്ടും പോയി, ക്യാരിയറും പോയി, ഒന്നും അല്ലാതെ ആയിപ്പോയി. അപ്പോൾ ഈ കായിക രംഗത്ത് എപ്പോഴും പരിക്കുകൾ എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെയിൽവേ ജോയിൻ ചെയ്തു. റെയിൽവേയിൽ തന്നെ ആയാലും എനിക്ക് ഒരുപാട് ഫെസിലിറ്റീസ് വന്നു കഴിഞ്ഞിട്ട് ഒരു റിസർവേഷൻ ഓഫീസിലെ ജോലിയാണ് കിട്ടിയത്. ജോലി കിട്ടിയപ്പോൾ ഞാൻ ഓർദ്ദേമേ കായിക രംഗമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത ജോലിയാണല്ലോ ഇപ്പോൾ കിട്ടിയേക്കുന്നത്. പക്ഷേ ആ റിസർവേഷൻ ഓഫീസിലിരുന്ന് എൻ്റെ സർവീസിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇന്ന് ഈ ഒരു ജോലി കിട്ടി. നമുക്കറിയാം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ വന്നത് ആർക്കെന്ത് ഉപകാരമാണ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഒരുപാട് പേഷ്യൻസൊക്കെ ക്യാൻസർ പേഷ്യൻ്റൊക്കെ ലാസ്റ്റ് വൃത്തത്തിൽ ടിക്കറ്റൊക്കെ ഇല്ലാതെ വരും. അവരെയൊക്കെ എൻ്റെ സന്തോഷിപ്പിച്ച ഒരു സമയമാണ് ആ ഒരിത്. പിന്നെ ആ ഒരു എല്ലാ സപ്പോർട്ടുകളും എൻ്റെ ഹസ്ബൻഡാണ്. അത് കഴിഞ്ഞ് അമ്മ 98 അമ്മ മരിച്ചു. ഇവിടെ വെച്ചിട്ടായിരുന്നു മരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡിനെ ഞാൻ എപ്പോഴും സ്പോർട്സ് ചെയ്യണം എന്നുള്ള വലിയ ഇതുള്ള ആളാണ്. മാക്സിമം സ്പോർട്സ് ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളായി അവരെ വളർത്തേണ്ട ചുമതല. ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോകുമ്പോൾ ഇവരെ പണ്ടത്തെ കുടുംബങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിള്ളേർ വീട്ടിലൊരാളും കാണും ജോലിക്ക്. അവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ ക്യാമ്പിലൊക്കെ പോകുന്നത്, പിള്ളേരുടെ ഭാവി നോക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് നിർത്തിയത്. പിന്നെ റെയിൽവേയിൽ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ തുടർന്ന് ഇതിനകത്ത് നിരവധി തവണ എനിക്ക് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഞാൻ അത്ലറ്റിക്സിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സ്പോർട്സിൽ ഇനിയൊക്കെ വല്ലതൊക്കെ നമ്മൾ സ്പോർട്സൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളുടെ അടുത്ത് വരും, അത് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നമുക്കറിയാം അന്നൊരു നാഷണൽസ് ഇവിടെ നടന്നിട്ട് പോലും ഒരു ഇൻവിറ്റേഷൻ തരാൻ കൂടി ഒന്നും ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അത്ലറ്റിക് കോച്ചായിട്ട് പോയി ബാംഗ്ലൂർ പോയി അതിൻ്റെ ഡിപ്ലോമ എല്ലാം എടുത്ത് പിന്നെ 7-8 വർഷം ഞാൻ ഇന്ത്യൻ റെയിൽവേ ടീമിൻ്റെ കോച്ചായിരുന്നു. അതുപോലെ തന്നെ ഹിറോഷിമ ഏഷ്യൻ ഗെയിംസിന് വേണ്ടി എന്നെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് എടുത്തിരുന്നു. പക്ഷേ അത് മുഴുവനായിട്ട് പോകാൻ പറ്റിയില്ല, കാര്യം ഇവിടെ മോൻ അന്ന് കുഞ്ഞ് 1 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ ജീവിതത്തിലത്തെ അടുത്ത ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ്. ഞാൻ നമ്മുടെ KPCCയുടെ ദേശീയ കായികവേദിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. റെയിൽവേയിൽ ജോലിയും വെച്ചുകൊണ്ട് ഈ കായിക രംഗത്ത് എന്ത് പോസ്റ്റ് വേണമെങ്കിലും എടുക്കുക, അല്ലാത്തതിലൊന്നും എടുക്കാൻ നമ്മുടെ സർവീസ് റൂള് സമ്മതിക്കത്തില്ല. ആ ഒരു ബേസിൽ എനിക്ക് സ്പോർട്സ് കൗൺസിൽ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ സാധിച്ചു. ജീവിതത്തിൽ ഒരുപാട് എനിക്ക് വീണ്ടും സ്പോർട്സിനെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്തു കൊടുക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. അപ്പം ആ സമയത്താണ് നമ്മൾ 34ാമത് നാഷണൽ ഗെയിംസ് വന്നത്. നാഷണൽ ഗെയിംസിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ മെഡൽ സ്റ്റേറ്റ് തലത്തിൽ 1ാം സ്ഥാനം നേടാനായിട്ട് സാധിച്ചു. ഒപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള മലയാളി കായിക താരങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും അവർക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ജോലി കൊടുക്കാനും, ഇൻഡിവിജ്വൽ മെഡലിന് മാത്രമേ ജോലി കൊടുക്കുകയുള്ളൂ. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടി സാറ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് കേൾക്കുമായിരുന്നു. മറ്റുള്ള മെഡലുകാരും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വന്നേക്കുന്നത്, റിലേക്കാരായാലും ഒക്കെ അവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഫയലിൽ അവർക്കും എല്ലാവരും തന്നെ ആ നാഷണൽ ഗെയിംസ് അതിന് മുമ്പിലത്തുള്ള നാഷണൽ ഗെയിംസിനൊക്കെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ആ നാഷണൽ ഗെയിംസിലുള്ള എല്ലാവർക്കും ജോലി കിട്ടി. അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു ആ നാഷണൽ ഗെയിംസ്. അതിനകത്ത് എനിക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായതുകൊണ്ട് ഞാൻ മീറ്റിൻ്റെ ജനറൽ കൺവീനറാണ്. ഉള്ള കായിക താരങ്ങളെയൊക്കെ നേരിട്ട് പോയി എല്ലാവരെയും വിളിച്ചു. ഒപ്പം അതിന് ശേഷമാണ് അത് കഴിഞ്ഞ് വന്ന ഒളിമ്പിക്സിനും ഏഷ്യൻ ഗെയിംസിലും ഒബ്സർവറായിട്ട് ഇന്ത്യയിൽ നിന്ന് എനിക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു സജഷൻ ഞാനന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിന് കൊടുത്തത്, ഇവർക്ക് ഗസറ്റഡ് പോസ്റ്റിൽ ജോലി കൊടുക്കാൻ. അങ്ങനെ ഒരു ഗവൺമെൻറ്റും ഇവിടെ ചെയ്യാത്ത ഒരു കാര്യം അന്ന് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒളിമ്പിക്സിൽ പോയ അന്ന് ആ ടീമിലുണ്ടായിരുന്ന കായിക താരങ്ങൾക്ക് എല്ലാവർക്കും ഗസറ്റഡ് പോസ്റ്റിൽ ജോലി കൊടുക്കാൻ. പലരും റെയിൽവേയിലും അവിടെ ഇവിടെ ആയിരുന്നത് കൊണ്ട് നമ്മുടെ ഇർഫാനെ ഒന്നും വിളിച്ചിട്ട് വന്നില്ല. രഞ്ജിത്ത് മഹേശ്വരി വരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് വന്നില്ല. ആദ്യമായിട്ട് ആ ഗസറ്റഡ് പോസ്റ്റിൽ ജോയിൻ ചെയ്തത് നമ്മുടെ ഹോക്കി ശ്രീജേഷാണ് അദ്ദേഹം. അങ്ങനെയാണ് ശ്രീജേഷിൻ്റെ ഗസറ്റഡ് പോസ്റ്റിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആ പോസ്റ്റ് കിട്ടിയത്. പക്ഷേ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം വീണ്ടും പലരും വന്നു, പക്ഷേ അതൊക്കെ അവർ താമസിച്ചു പോയി. അങ്ങനെയുള്ള ഇരുന്ന സമയം അതുപോലെ തന്നെ ആ മെഡൽ നേടിയവർക്ക് അർഹമായ പാരിതോഷികങ്ങൾ കൊടുക്കാനും ജോലി കൊടുക്കാനും, അതും ഇതിൻ്റെ പീരീഡിനകത്ത് നമ്മളിപ്പം കായിക താരം ഇപ്പം തന്നെ നമുക്ക് നോക്കാം, ഇത് മാത്രം കായിക താരങ്ങൾ ജോലിയില്ലാതെ നിൽക്കുന്ന 10-15 വർഷമുള്ള കായിക താരങ്ങൾക്ക് ഒരുപാട് പേർക്ക് പാരിതോഷികങ്ങൾ എത്രയോ കാലങ്ങൾ കൊണ്ട് കൊടുക്കാതിരിക്കുന്നു. ആ നാഷണൽ ഗെയിംസിലുള്ള കായിക താരങ്ങൾക്കൊക്കെ ഉള്ള ജോലി അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുവാനുള്ള പൈസകൾ 20 ദിവസം ആയപ്പോഴത്തേക്ക് അവർക്ക് അവാർഡ് തുക കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ കായിക താരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അവരൊക്കെ എല്ലാം കണക്ക് കൂട്ടി ഒരു വീടുണ്ടാക്കാനായാലും അല്ലെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ കല്യാണം ഇതൊക്കെ നോക്കിയിരിക്കുന്നവരാണ്. അവർ വളരെ വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പം അവരുടെയൊക്കെ പൈസകളിങ്ങനെ അവരുടെ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പോയി ആഘോഷിക്കുകയും അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമല്ല. എന്തായാലും ഞാനിരുന്ന പീരീഡ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഈ ഏഷ്യൻ ഗെയിംസൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു എലൈറ്റ് പദ്ധതി ഞാനിരുന്ന സമയത്തുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. കായിക താരങ്ങളെ ഒളിമ്പിക്സിന് പ്രിപ്പയർ ആകുന്ന ഒരു ലോങ് ടേം പ്രോസസ് പദ്ധതിയാണ്. അതിനകത്ത് ആദ്യത്തെ 3 വർഷം കഴിഞ്ഞപ്പോഴേ 2 പേര് ആ പദ്ധതിയിൽ നിന്ന് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഇതിൽ നിന്ന് ഒളിമ്പിക്സിന് പോകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നല്ല പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ല യൂണിഫോംസ് കൊടുക്കുക, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കുക, ഇതെല്ലാം പോയി ഇടയ്ക്കൊക്കെ പോയി പരിശോധിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസ് ആയാലും കമ്പ്യൂട്ടറുകളൊക്കെ ഇരിക്കുക, അവിടുത്തെ പോസ്റ്റ് കൂട്ടുക. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷ കാര്യം അന്നത്തെ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി സാറും അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി മാണി സാറും അന്നത്തെ KPCC പ്രസിഡൻറ്റ് രമേശ് ചെന്നിത്തല സാറും ഒക്കെ വളരെ കാര്യമായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് വിശ്വസിച്ച് ആ ഒരു ഇത് ഏൽപ്പിച്ചതുപോലെയാണ്.
ഒരു മുഖ്യമന്ത്രിയൊക്കെ ഒരു ഒരു നമുക്ക് ഫോണിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ വിളിച്ചൊരു കാര്യം ചോദിക്കാനായിട്ട് പറ്റുമോ? ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ഇതിലും ഫോൺ എടുക്കുകയും എന്ത് സഹായം ഇ വി രാജ അവാർഡ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും കൂടെ ഉൾപ്പെടെയാണ് പേര് വെച്ചോട്ടെ സാറേ വരാമോ ചോദിച്ചോ, വരാം, അധിക സമയം ഇരുത്തരുത്, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊരു നല്ല എന്നെ സംബന്ധിച്ച് വളരെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുള്ള ഒരു പീരീഡാണ് ആ ഒരു പീരീഡ്. ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി, ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, കായിക മേഖലയ്ക്കും കായിക താരങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരവസരമാണ് നാഷണൽ ഗെയിംസ് ഉൾപ്പെടെയുള്ള സംഗതി. കാര്യം ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇതുവരെ ആണുങ്ങളിരുന്ന ഒരു പോസ്റ്റാണ്, ഒരു ലേഡിക്ക് കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ചോദിച്ചപ്പം അവർ നല്ലപോലെ കൊണ്ടുപോയിക്കോളും എന്നോട് പറഞ്ഞു. നാഷണൽ ഗെയിംസിൻ്റെ അവസാന സമയമായപ്പോൾ സാറിനോട് ചോദിച്ചു, നമുക്ക് കേരളത്തിന് എത്ര മെഡൽ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു 67 മെഡൽ നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ടോട്ടൽ മെഡലല്ല, ഗോൾഡ് അനുസരിച്ചാണ് ചാമ്പ്യൻഷിപ്പ് വരുന്നത് പറഞ്ഞു. എന്തായാലും നമുക്ക് 66 മെഡലോടുകൂടി നമ്മൾ ചാമ്പ്യനായപ്പം എന്നെ വിളിച്ചു. അന്ന് ഉമ്മൻചാണ്ടി സാറ് തിരുവഞ്ചൂർ സാറിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടാണ് എന്നോട് കൊടുക്കാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഇയാളുടെ കാൽക്കുലേഷൻ വളരെ കറക്റ്റായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന എഫേർട്ടിനെ നമ്മളെ അംഗീകരിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത് നമ്മളൊരു സജഷനും കൊണ്ട് പോകുമ്പം നമ്മൾ ഈ നാഷണൽ ഗെയിംസിൽ ഗോൾഡ് മെഡൽ വരുന്നവർക്ക് സാറേ 7 ലക്ഷം കൊടുക്കണം, സെക്കൻഡിന് 5 ലക്ഷം കൊടുക്കണം. ഞാനപ്പോൾ ഓർക്കും പിള്ളേർക്ക് കിട്ടാവുന്നതൊക്കെ മേടിച്ച് കൊടുക്കാം. നമ്മളിരിക്കുന്ന സമയത്ത് തേർഡിനും ഫോർത്ത് ഇപ്പോൾ ഇച്ചിരി പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് നോക്കാം, കൊടുക്കാം. അതെല്ലാം പറഞ്ഞ രീതികളിലൊക്കെ എല്ലാം ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ അന്ന് കൂടെയുള്ളവരൊക്കെ എനിക്ക് ചെയ്തു തന്നെ. അതുകൊണ്ടാണ് എനിക്ക് നല്ലപോലെ അവിടെ ആ ഒരു കുറ്റമറ്റതാക്കിയിട്ട് ആ ഓഫീസും ആ സമയവും കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചത്. ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്യുന്ന അന്ന് അവിടെ ഇരുന്നൊരു സെക്രട്ടറി ആദ്യം മാധ്യമങ്ങൾക്ക് എടുത്തു കൊടുത്തത് 3 കോച്ചസിനെതിരെ ലൈംഗിക പീഡനം നടത്തി അവരെ വെളിയിൽ നിർത്തിയേക്കുക. എന്നോട് അവർ വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്താണ് മാഡം ചെയ്യാൻ പോകുന്നത് ഇവർക്കെതിരെ ഇത്? ഞാൻ അപ്പോഴേ പറഞ്ഞു, ആ ഒരു കാര്യം നമ്മൾ അന്വേഷിച്ച് അത് തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതിൽ അന്വേഷണത്തിൽ 2 കോച്ചസിനെ ഇതിൽ നിന്ന് പറഞ്ഞു വിടാനും മറ്റൊരാളിന് ഇര പറയുകയാണ് അതങ്ങനെയല്ല മറ്റൊരാൾ കരുതിക്കൂട്ടി ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഇര പറയുന്നല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിനെ തിരിച്ചെടുക്കാനും നിലനിർത്താനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കായിക രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തന്നെ സ്പോർട്സ് കൗൺസിലിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർക്ക് കിട്ടാനുള്ള റിട്ടയർ ആയവർക്കുള്ള പൈസകൾ കൊടുക്കുന്നില്ല, ശമ്പളങ്ങളിൽ അങ്ങനെയുള്ള ഒരു ഓഫീസായിരുന്നല്ലോ. മാണിസാറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ വിഴിഞ്ഞത്ത് എൻ്റെ ഒരു ഫാമിലി ആയിട്ട് വെറുതെ വൈകുന്നേരം പോയപ്പോഴത്തേക്കാണ് പറയുന്നത്, മാണിസാർ ഇവിടെ ഈ മുറിക്കകത്തിരുന്ന് ബഡ്ജറ്റ് എഴുതുക എന്ന്. അങ്ങനെയാണോ? ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, മാണിസാറെ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക, പൈസയ്ക്ക് പിള്ളേർക്ക് ഒക്യുപ്പൻസ് മേടിക്കാനോ ഒന്നും നമ്മുടെ കയ്യിലില്ല, സാർ ഇതിനകത്ത് എന്തെങ്കിലും തന്നെ. അന്ന് ആ ബഡ്ജറ്റിൽ ആദ്യമായിട്ട് 30 കോടി രൂപ കായിക രംഗത്തിന് പ്ലാൻ ഫണ്ടിൽ നമുക്ക് തന്നു. അങ്ങനെയുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് അവിടെ നമ്മുടെ ഹോസ്റ്റലുകളിൻ്റെ ഇതായാലും നടത്തിപ്പിലായാലും ഗവൺമെൻറ് രീതിയിൽ കറക്റ്റായിട്ട് സ്പോർട്സ് കൗൺസിലിനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കായിക താരങ്ങളെ എടുത്തിട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് വെച്ചിട്ട് കാര്യമില്ല. അവർക്കവിടെ ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇത് വേണം. അവർ രാഷ്ട്രീയത്തിന് ഞങ്ങളൊക്കെ പോയി മേടിച്ച് മെഡലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പോയേക്കുന്നത്. ആ രീതിയിൽ വേണം കാണാനായിട്ട്. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ചില ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമ്മളെ വിളിക്കുന്നത് പാർട്ടി ബേസിക്കായി പോയി. ഇപ്പോഴത്തെ സ്പോർട്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് നമ്മൾ ചെയ്ത നേട്ടങ്ങളൊന്നും നോക്കാതെ, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉൾപ്പെടുത്താതെ, കമ്മിറ്റികളിലൊക്കെ ഉൾപ്പെടുത്താതെ വിളിക്കാതിരിക്കുമ്പം നമുക്ക് തന്നെ വിഷമം തോന്നാറുണ്ട്. ഞാൻ അവിടെ ഈ പറയുന്ന 5 വർഷം ഇരുന്നപ്പോഴും ഒരു പാർട്ടിക്ക് അതീതിയായിട്ട് അവിടെ എല്ലാവരെയും സഹായിച്ചു. എൻ്റെ മുമ്പിൽ ആദ്യം വന്ന ഒരു പേപ്പർ 20 പേരെ പിരിച്ചുവിടാനുള്ള ഒരു പേപ്പറാണ് എനിക്ക് വന്നത്. കാര്യം ആ കഴിഞ്ഞ ഗവൺമെൻറ് 3 വർഷമായവരെയോ 5 വർഷമായവരെയൊക്കെ പെർമനൻറ്റ് ചെയ്തിട്ട് പോയി. UDF ഗവർണർ വരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അലിഗേഷൻ വന്നപ്പോൾ പിരിച്ചുവിടാനായിട്ടുള്ള ഓർഡർ വന്നു. പക്ഷേ ഞാനന്ന് ഈ പാവങ്ങളെല്ലാം എൻ്റെ മുമ്പിലല്ലേ വന്ന് കരയുന്നത്. അവർ വന്ന് രാവിലെ കയറി സഹായിക്കണം എന്ന് പറഞ്ഞു.
ഞാനെല്ലാവരെയും കൊണ്ടുപോയി ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പോയി. സാറ് ഞാൻ പറഞ്ഞു, സാറേ ഇവരൊക്കെ ഇന്ന പോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ അവർ ജോയിൻ ചെയ്തതാണ്, ഇങ്ങനെയുള്ള ഒരു രീതിയായി പോയി, ഇവരെല്ലാം പാവങ്ങളാണ്, ഈ ലേഡീസൊക്കെ ഇത് കണ്ടാണ് ഓരോരുത്തർ അവരെ കല്യാണം കഴിച്ചേക്കുന്നത്, കൊച്ചു മക്കളുണ്ട്, ഇവരുടെ ജോലിയൊക്കെ പോവുകയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാണ്, നമ്മൾ മനുഷ്യരാണല്ലോ എല്ലാവരും എന്ന് പറഞ്ഞ് സാർ ആ ഫയലിൽ എഴുതിയിട്ട് ഇവരെല്ലാം പാവങ്ങളാണ്, ഇവരെ 10 വർഷം ആകുന്ന മുറയ്ക്ക് എല്ലാവരെയും വീണ്ടും പെർമനൻ്റ് ചെയ്യുന്നു. ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഒരു കാര്യം. ഞാൻ എത്ര ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ കണ്ട് സ്പോർട്സിനായിട്ടൊരു ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടെ, ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിന് പോലും നമ്മളെ ഒന്നും വിളിക്കാത്ത ഒരു ഇതിൽ അദ്ദേഹം എഴുതിയിട്ട് ഈ പറയുന്ന അവർ പെർമനൻ്റ് ചെയ്ത് അത്രയും പേരെ ഇങ്ങനെ അവർ ടെമ്പററി ആക്കിയിട്ട് അവരെ 10 വർഷം ആകുന്ന മുറയ്ക്ക് എല്ലാവരെയും ആരെയും പിരിച്ചുവിടാതെ പെർമനൻ്റ് ചെയ്ത് കൊടുത്തു. ഒരുപാട് സ്ത്രീകളുടെ ഇതിൽ ഒരുപാട് പീഡനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് നമുക്ക് കേരളത്തിലുണ്ട്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കിട്ടേണ്ട പൈസകൾ ജോലികളോ ഒന്നും കിടക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞു നോക്കി, നിങ്ങളെല്ലാവരും കണ്ടില്ലേ അവിടെ ആ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ മുട്ടിലും എഴയുക, തലമുട്ടയടിച്ചുകൊടുക, ഇതൊക്കെ കാണുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ഈ കേരളത്തിന് വേണ്ടിയിട്ട് മെഡൽ നേടിക്കൊണ്ട് വന്നതാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. നമ്മളെ വരുമ്പം പൂട്ട് ട്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞില്ല, ഇന്ന് വിടും നാളെ വിടും, എത്ര നാൾ അവരെ ഇട്ട് ഓടിച്ചു. അതൊക്കെ വളരെ മോശമാണ് കായികതാണ്. എന്തായാലും നല്ല ഒരു മാറ്റം ഇനിയും കേരളത്തിൽ ഉണ്ടാകും. നമുക്ക് കായിക രംഗത്തിനും ഒക്കെ ഉണ്ടാകും. ഇന്ന് കായിക രംഗം നമ്മുടെ കേരളത്തിൽ പുറകോട്ട് പോയേക്കുക. തമിഴ്നാടും ഹരിയാനയും കർണാടകയും ഒക്കെ മുമ്പിൽ പോയപ്പം നമ്മളൊക്കെ സ്കൂൾ മീറ്റിന് 20 വർഷം കൊണ്ടൊക്കെ ചാമ്പ്യനായിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ അവിടെ ഒന്നും അല്ലാതെ ആയിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് ട്രോഫികളും നമ്മുടെ പിള്ളേരെ എല്ലാം വല്ലാത്ത ഒരു പ്രോത്സാഹനം ഇല്ല. ഇന്നെ കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ പോകുന്നത്? ഈ കഴിഞ്ഞ വർഷം പോയിരിക്കുന്ന എല്ലാ ടീമുകളും റിസർവ് ചെയ്യാതെയാണ് പോയേക്കുന്നത്. സ്കൂൾ ടീം, ജൂനിയർ ടീം, ഇവരൊക്കെ അൺറിസർവ്ഡ് താഴെ കിടന്നാണ് പോകുന്നത്. പണ്ടൊക്കെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് അവരെ ഇത് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇവരൊന്നും സെക്കൻഡ് ക്ലാസ്സിൽ പോകേണ്ടവരും അൺറിസർവ്ഡിൽ പോകേണ്ട പിള്ളേരും അല്ല. ചെന്നിറങ്ങുന്നതിന് പിറ്റേ ദിവസം അവർ മത്സരിക്കേണ്ടവരാണ്. അവരെയൊക്കെ അറ്റ്ലീസ്റ്റ് 3rd ഡേസിലെങ്കിലും വിടാനായിട്ട് ഗവൺമെൻറ്റിനും ഭരിക്കുന്നവർക്കും ഒക്കെ സ്പോർട്സ് മിനിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ടുണ്ടല്ലോ, കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം പറയുന്ന, സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ്റ് കായികതാരമായിട്ട് കാര്യമില്ല, അദ്ദേഹത്തിനും അവർക്ക് രാഷ്ട്രീയത്തിന് മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്ന പോലെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ പിന്നെ ഒരു കായിക താരത്തിനെ ഇരുത്തിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കായിക രംഗത്തുള്ളവർ സ്പോർട്സ് മിനിസ്റ്ററുമായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിമം ഒരു ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത ഒരു കായിക താരം, ചൈനയിൽ 100 മെഡൽ മേടിച്ചു ഒളിമ്പിക്സിന്. അന്നത്തെ സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റാണ്. അങ്ങനെ ഒരു രീതി നമ്മളുടെ ഇതിനകത്തും ഉണ്ടാകണം.